ഗുഡ് മോർണിംഗ്. എന്നാണ് മക്കളെ വിശേഷമൊക്കെ? ഇതൊക്കെ നമ്മൾ പേജ് നമ്പർ 177 രണ്ട് എക്സാമ്പിൾസാണ് ചെയ്യാൻ പോകുന്നത്, 7 and 8. നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് വൺ, ക്യാൻ യു ടെൽ വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? ഇതിലേതാണ് ഗ്രേറ്റർ എന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങോട്ട് എടുത്തിരുന്നതാണ്. 5^2 into 3 ആണോ 5^2 the whole raised to 3 ആണോ വലുത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 5² എന്ന് പറഞ്ഞാൽ 5 രണ്ട് പ്രാവശ്യം ഇൻറ്റു ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ വാല്യൂ എത്രയായിരിക്കും? 5² 3 ടൈംസ് ചെയ്യുമ്പോൾ 5² തന്നെ എത്രയാണെന്നറിയാം? 25. 5² 5 × 5 25നെ 3 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി, പക്ഷെ നമ്മളിത് ചെയ്ത് വെക്കണ്ടേ, എന്നാലല്ലേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കാം. 5² എന്ന് പറഞ്ഞാൽ 5^2 എന്ന് പറഞ്ഞാൽ 5 × 5 × 3. അപ്പോൾ എത്ര വരും? 5 × 5 25, 25 × 3 75. അത് കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, 5² the whole raised to 3. ഇത് ഏത് ഫോമുലയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്? നമ്മുടെ തേർഡ് പവർ ഓഫ് പവർ, അതായത് a raised to m the whole raised to n is equal to a raised to m into n അല്ലേ? നമ്മളപ്പോൾ എന്നാ എടുക്കും? a raised to m into m ഏതാ? ഇത് n. അപ്പോൾ എത്ര വരും? 5^6. 5^6 എന്ന 5 6 ടൈംസ് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര വരും? ഇസ് ഈക്വൽ ടു 15,625. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 15,625. അപ്പോൾ ഇതിനകത്ത് ആരാ വരുന്നത്? ഇവർ തന്നെ വരുന്നത് കേട്ടോ. പവറിന്റെ മേളിൽ പവർ വരുമ്പോൾ എപ്പോഴും അതായിരിക്കും ഹയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 5^2 എടുത്തെഴുതണേ. the whole raised to 3 greater than 5² × 3. എളുപ്പമല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നുമില്ല, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊന്ന് ചെയ്യാം. ഏതാണ്? ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, ആദ്യത്തത് 2 × 3 the whole raised to 5. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞതാണ് 2 കൊണ്ട് 5 ടൈംസ് 3 കൊണ്ട് 5 ടൈംസ്. നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. എന്താണ്? 2^5 × 3^5. ഇതാണ് ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം. മനസ്സിലായോ? പക്ഷേ നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നോക്കിയേ, 2^3 the whole raised to 5 എന്ന് പറഞ്ഞാൽ എന്നാണ്? 2 × 3 the whole raised to 5 എന്ന് പറഞ്ഞാൽ എന്നാണ്? 2 × 3 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. അപ്പൊ ഞാനത് 5 ടൈംസ് എഴുതാൻ പോവാം. 2 × 3 2 × 3 2 × 3 2 × 3 1 2 3 4 5 2 × 3 5 ടൈംസ് ഉണ്ട്. ഇതിനകത്ത് 2 എത്ര ടൈംസ് ഉണ്ട്? 5 ഉള്ളതുകൊണ്ട് ഞാൻ 2 മാത്രം അടുപ്പിച്ചെഴുതി. അത് കഴിഞ്ഞാൽ 3 മാത്രം അടുപ്പിച്ചെഴുതി. ബ്രാക്കറ്റ് ഇടുന്നില്ല, അല്ലാതെ ഇടാം. 1 2 4 5 എഴുതി. ഇപ്പൊ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 5. 3 എത്ര പ്രാവശ്യം ഉണ്ട്? 5. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഒറ്റയടിക്ക് നമുക്ക് 2^5 എന്നും 3^5 ഞാൻ ആദ്യം എഴുതുപോലെ എഴുതാം. എന്നാൽ ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുവാണെങ്കിൽ 2 × 3 5 ടൈംസ് ഉണ്ട്. അതിൽ നിന്ന് 2 മാത്രം അടുപ്പിച്ചെഴുതി, 3 മാത്രം അടുപ്പിച്ചെഴുതി, അത്രയേ ഉള്ളൂ. പേപ്പർ കുറേ നേരം ശല്യം ചെയ്യുന്നുണ്ടോ? ഓക്കെ, ശരി. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കിയാലോ. സെക്കൻഡ് വൺ, 2way the whole raised to 4. 2way the whole raised to 4 എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? 2way 4 പ്രാവശ്യം ഉണ്ട്, അതല്ലേ എൻ്റെ അർത്ഥം. അതിനകത്തൊന്നും ഞാൻ 2 മാത്രം ആദ്യം എടുക്കുക, 2 4 പ്രാവശ്യം അടുപ്പിച്ചെഴുതുക. അത് കഴിഞ്ഞ് a 4 പ്രാവശ്യം അടുപ്പിച്ചെഴുതുക. 2 എത്ര ഉണ്ട്? 2^4. a എത്ര ഉണ്ട്? 3^4. ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 2way the whole raised to 4 നിങ്ങൾക്ക് കാണുമ്പോൾ ആദ്യം തന്നെ വേണം 2^4 × അതിൻ്റെ അകത്ത് 2 കൊണ്ട് 4 ടൈംസ് a കൊണ്ട് 4 ടൈംസ് എന്ന്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ മക്കളെ. ഇത് സിമ്പിളായിട്ടുള്ളതാണ്, വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല. ആൻസർ കിട്ടിയാൽ മതി. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുവോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണും, നിങ്ങൾ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് എഴുതി വെക്കും അല്ലേ. അടുത്ത നമുക്ക് നോക്കാം. -4m⁻³ എന്ന് പറഞ്ഞാൽ -4m എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അപ്പൊ -4m ഇൻറ്റു -4m ഇൻറ്റു -4m. നിങ്ങൾക്ക് എപ്പോഴും മൈനസ് വരുന്ന വാല്യൂസ് ബ്രാക്കറ്റിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള ടേംസ് ഒക്കെ വരികയാണെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, തെറ്റായിരിക്കാനാണ്. അപ്പൊ ഇവിടെ എന്നാ ഉണ്ട്? നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ -4 ഉണ്ട്, എത്ര തവണ? 3 ടൈംസ് ഉണ്ട്. m ഉണ്ട് 3 ടൈംസ് ഉണ്ട്. ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാ. അപ്പൊ നമുക്ക് എഴുതാം 3 -4m -4 എത്രയാണ്? 3 ടൈംസ് ഉണ്ട്, m ഉണ്ട് 3 ടൈംസ്. കണ്ടോ? ഇതല്ലാതെ തന്നെ ഇപ്പൊ -4m⁻³ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് നേരിട്ട് എഴുതാം. -4 3 ടൈംസ് ഇൻറ്റു m 3 ടൈംസ്. ഇതാണ് ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? എല്ലാവരും ചെയ്ത് നോക്ക് കേട്ടോ. താങ്ക് യു.